മലങ്കര സഭയുള്ള സ്ഥലങ്ങളിലെല്ലാം മഹാപരിശുദ്ധനായ പരിമല കൊച്ചിലുമനയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുവാനുള്ളത്. മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥതയിലാണ് നമ്മുടെ ഈ ചാപ്പല് സ്ഥിതി ചെയ്യുന്നത്. ചാപ്പല് വീണ്ടും നവീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് ഇടയായതിനെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനായി അധ്വാനിച്ചിട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് മനീഷത്തിൻ്റെ നേതൃത്വത്തിൽ ട്രസ്റ്റി സെക്രട്ടറി, അതിൻ്റെ എല്ലാ ചുമതലപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലായിരിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ ക്വിസ് മത്സരം ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ കഠിനമായ അധ്വാനം, പെടാപ്പാട്, ത്യാഗമൊക്കെ ഇതിൻ്റെ പിൻപിലുണ്ട്. മനീഷത്തിന് അവർക്ക് ശക്തമായ നേതൃത്വം നൽകുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവീയ കാര്യങ്ങൾ കൂടുതലായി ഇടപെടുന്നതിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ വർഷവും ഈ ക്വിസ് മത്സരം ഏറ്റവും അനുഗ്രഹപ്രദമായി ക്രമീകരിക്കുകയാണ്. നമ്മുടെ ടോണി അച്ഛൻ അത് വളരെ ഭംഗിയായി മത്സരങ്ങൾക്ക് നേതൃത്വം നൽകും. നടക്കുന്ന ഈ മത്സരത്തിന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധമാകുന്ന നന്മകളും നേരുന്നു. പരിമല കൊച്ചിയമ്മയുടെ മധ്യസ്ഥ നമുക്ക് കാവലായിരിക്കും. ആത്മീയ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രിയപ്പെട്ട മനീഷച്ചൻ, ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, ഈ മത്സരത്തിന് വേണ്ടി കടന്നു വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ്, 8 ടീമുകളാണ് മുഴുവനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എലിമിനേഷൻ ഒന്നും തന്നെ ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെയുള്ള റൗണ്ടുകൾ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ക്രമീകരണത്തിലാണ് ഇപ്പോൾ യുവജന പ്രസ്ഥാനങ്ങളുള്ളത്. ദയവ് ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 8 ടീമിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് ഒരാൾ മുന്നോട്ട് വന്ന് ഈ റെഡ് കാർപ്പറ്റിലൂടെ നിൽക്കുക. ഈ യുവജന പ്രസ്ഥാന അംഗങ്ങൾ ഞങ്ങൾക്കുള്ള പൊസിഷന്റെ ലോട്ട് നൽകും. ആ ലോട്ട് സ്വീകരിച്ച് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കും. ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ മുന്നോട്ട് വന്ന് ഈ തൂക്കുകളൊക്കെ മുന്നോട്ട് നിന്നാൽ മതി.
ലോട്ട് എടുത്തത് മുറയ്ക്ക് സ്കോർ എഴുതുന്ന ടീമിനോട് ഇവിടെ ഒന്നൊന്ന് പറഞ്ഞിട്ട് പോകണം നിങ്ങളുടെ ടീമിന്റെ പേര്. ഒന്ന് കിട്ടിയവര് നിങ്ങളുടെ നമ്പർ അനുസരിച്ച് സ്കോർ എഴുതുവാൻ തക്കവണ്ണം സ്കോർ കൈകാര്യം ചെയ്യുന്ന പാനലിന്റെ അടുത്തേക്ക് വന്ന് എൻ്റെ പേര് ജസ്റ്റിൻ കെ ജോസ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ആരോൺ ജേക്കബ് വർഗീസ്. ഞങ്ങൾ ചെറിയനാട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നാണ് വന്നിരുന്നത്. ചെമ്പന്നൂർ ഭദ്രാസനം സ്വാഗതം. ഞങ്ങൾ കോട്ടയം ഭദ്രാസനത്തിലെ സെയിൻറ്റ് ജോൺസ് കത്തീഡ്രൽ, പാമ്പാടി സെയിൻറ്റ് ജോൺസ് കത്തീഡ്രലിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഡെൻസി എലിഷബ തോമസ്. എൻ്റെ പേര് സുധീമി തോമസ്. സ്വാഗതം. കോട്ടയം ഭദ്രാസനം ടീം മൂന്നാമത്തെ ടീം. ഞങ്ങൾ കോട്ടയം ഭദ്രാസനമാണ്. വെട്ടിക്കുന്ന് സെൻറ് ജോർജ്. എൻ്റെ പേര് ഡെറിൻ രാജു. ഇത് എബിൻ രാജു. കോട്ടയം ഭദ്രാസനത്തിൽ നിന്ന് അടുത്ത ടീം. സ്വാഗതം. ഞങ്ങൾ നെന്നം ഭദ്രാസനത്തിലെ കുറ്റപ്പുഴ മാർഗി കുറിയസ് ഓർത്തഡോക്സ് ചർച്ചിൽ വരുന്നു. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് തോമസ് കുര്യൻ. എൻ്റെ പേര് എബിൻ രാജു. ഓക്കെ, സ്വാഗതം. നിരണം ഭദ്രാസനം. എൻ്റെ പേര് ക്രിസ്തോഷി. എൻ്റെ കൂടെ വന്നിരിക്കുന്ന അഭ്യ. ഞങ്ങൾ കറ്റാണം വെല്ലുവിളിയിൽ വരുന്നു. കറ്റാണം മാവേലിക്കര ഭദ്രാസനം. സ്വാഗതം. കൊല്ലം ഭദ്രാസനത്തിൽ നിന്ന് സ്വാഗതം. എൻ്റെ പേര് ജോബി. ഞാൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ കുളസ്നാട് സെൻസിയസ് സേവാലയത്തിലുണ്ട്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്ന് സ്വാഗതം. എൻ്റെ പേര് റീവ. ഇവിടെ വന്നിരിക്കുന്നത് റിയ. ഞങ്ങൾ മാവേലിക്കര ഭദ്രാസനത്തിൽ ഓക്കെ, മാവേലിക്കര ഭദ്രാസനം ഒട്ടുമിക്ക എല്ലാ അടുത്തുനിന്നുള്ള ഭദ്രാസനത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് 1-2 റൗണ്ടുകൾക്ക് മാത്രം മതിയാകും. 8 ടീം ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ, ബ്ലാക്ക് പേപ്പർ വേണമെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ മത്സരത്തിലേക്ക് 13ാമത്തെ വർഷമാണ് ഈ അഖില മലങ്കര ക്വിസ് കോമ്പറ്റീഷൻ ഈ ചാമ്പലിൽ ക്രമീകരിക്കപ്പെടുന്നത്. അതിൽ ആദ്യ വർഷം മുതലേ തന്നെ നടത്തി വരുന്നത് പോലെ തന്നെ പ്രൈസിന്റെ പാറ്റേൺ അത് ഒന്നാം സമ്മാനം 5000 രൂപയും, രണ്ടാം സമ്മാനം 3000, മൂന്നാം സമ്മാനം 2000 രൂപ എന്നുള്ള നിലയിലാണ്. വിഷയങ്ങൾ അത് വേദപുസ്തകം, സഭാചരിത്രം, സഭാവിശ്വാസം, പൊതുവിജ്ഞാനം എന്നുള്ളതാണ്. എങ്കിൽ പോലും വേദപുസ്തകത്തിൽ നിന്ന് എല്ലാ വർഷവും എന്നതുപോലെ തന്നെ പ്രത്യേകമായ ടോപ്പിക്കുകളുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് 1-2 ഷൗമേൽ പുസ്തകങ്ങൾ, എസ്തറിന്റെ പുസ്തകം, മീഖ പ്രവചനം, ദാനിയേൽ ഈ പുസ്തകങ്ങളും, പുതിയ നിയമത്തിൽ നിന്ന് ലൂക്കോസിന്റെ സുവിശേഷവും 1-2 കൊരിന്ത്യറും 1-2 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അറിയിക്കുകയാണ്. ഏകദേശം 8 റൗണ്ടുകൾ നമ്മൾ ഒന്നിച്ച് ഈ ക്വിസ് കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. റൗണ്ട് ഓറൽ റൗണ്ട് ആയിരിക്കും. ഒന്നാമത്തെ റൗണ്ട് ഓറൽ റൗണ്ട് ആയിരിക്കും. അത് ആരംഭിക്കുന്നത് ടീം 1-ൽ നിന്ന് ആരംഭിച്ച് ടീം 8-ൽ അവസാനിക്കുന്നതായിരിക്കും. നേരിട്ടുള്ള ചോദ്യത്തിന് 10 മാർക്കും, പാസ് ചെയ്യുന്ന ചോദ്യത്തിന് സാധാരണ എന്ന നിലയിലുള്ള പോലെ തന്നെ 10ഉം 5ഉം എന്നുള്ള നിലയിലായിരിക്കും സ്കോർ പോകുന്നത്. നെഗറ്റീവ് മാർക്ക് ഈ ആദ്യത്തെ ഭാഗത്തിലുള്ള ഓറൽ റൗണ്ടിൽ ഉണ്ടാകുന്നതല്ല എന്ന് അറിയിക്കുകയാണ്. 20 സെക്കൻഡ് സമയം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ റൗണ്ട് റിട്ടേൺ റൗണ്ട് ആയിരിക്കും. റിട്ടേൺ റൗണ്ടിനുള്ള ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ടീമിന്റെ നമ്പർ ആൻസർ ഷീറ്റിൽ എഴുതിയാൽ മതിയാകും. പള്ളിയുടെ പേരോ ഭദ്രാസന പേരോ ഒന്നും എഴുതണമെന്നില്ല. ആൻസർ ഷീറ്റ് അത് റിട്ടേണിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. 2ഉം 4ഉം റൗണ്ടുകൾ റിട്ടേൺ റൗണ്ട് ആയിരിക്കും എന്ന് അറിയിക്കുന്നു. ബാക്കിയുള്ള റൗണ്ട് അതാത് സമയങ്ങളിൽ അതിന്റെ നിയമാവശങ്ങൾ പറഞ്ഞു നൽകുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഫോണോ ടെക്സ്റ്റ് ബുക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാറ്റുക. വളരെ കൂളായിട്ട്, വളരെ സന്തോഷപൂർവ്വമായി പരിശുദ്ധനായ പരിമല തിരുമേയുടെ മാധ്യസ്ഥമുള്ള ഈ അനുഗ്രഹീതമാകുന്ന ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് 13ാമത് അഖില മലങ്കര ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നമുക്ക് പങ്കുചേരാം. ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്വിസ് കോമ്പറ്റീഷന്റെ 1ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1ാമത്തെ റൗണ്ട് വേദമാണ്. വേദപുസ്തകത്തിൽ നിന്നുള്ള 8 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്പർ 7.
സ്ക്രീനിലുണ്ട്. എവിടുത്തെ വീടുകളാണ് ഇസ്രായേൽ രാജാക്കന്മാർക്ക് ആശാഭംഗം ആയി ഭവിക്കുമെന്ന് മീക പ്രവചിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്? ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ടൈമർ ഞാൻ ഓണാക്കുകയാണ്. ഉത്തരം പറയാം. അറിയത്തില്ല എങ്കിൽ പാസ് ചെയ്യാം. മോവാബ് എന്നുള്ള ഉത്തരം ഉറപ്പിക്കണമെങ്കിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ പാസ് പറഞ്ഞ സമയം പാസ് ചെയ്യുന്നു. ആ ഉത്തരം തെറ്റാണ്. പാസ് ചെയ്യുന്നു. ബേദഹേം തെറ്റാണ്. പാസ്. ശമരിയ ഉത്തരം തെറ്റാണ്. ഇസ്രായേൽ ഉത്തരം തെറ്റാണ്. ഓഡിയൻസ് ഇല്ല. പ്രവചനത്തിൽ കൃത്യമായി ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ഇട്ടത്. അക്സീബിലെ എന്നുള്ളതാണ് സ്ഥലത്തിന്റെ പേര്. നമുക്ക് മീക പ്രവചനം പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇച്ചിരി കട്ടിയായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും. മുന്നോട്ടൊന്ന് അറിയിക്കുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. രണ്ടാമത്തത് 4. ഈ ചോദ്യത്തിന് ആരും സ്കോർ ചെയ്യുന്നില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം രണ്ടാമത്തെ ടീം തിരഞ്ഞെടുക്കുകയാണ്. എന്ത് തുച്ഛീകരിക്കരുതെന്നാണ് തെസ്സലോനിക്കർക്കുള്ള 1-ാം ലേഖനത്തിൽ പറയുന്നത്? എന്ത്? ചോദ്യം മനസ്സിലായല്ലോ? സമയം ഓണാക്കുകയാണ്. എന്ത് തുച്ഛീകരിക്കരുതെന്നാണ് തെസ്സലോനിക്കരുടെ 1-ാം ലേഖനത്തിൽ പറയുന്നത്? പ്രവചനം. ഈ ഉത്തരം ഞാൻ ഉറപ്പാണോ? സമയം. പ്രവചനം ഉറപ്പിക്കുന്നു. ഉത്തരം ശരിയാണ്. നേരിട്ടുള്ള ചോദ്യമാണ്. ശരിയായ ഉത്തരമാണ്. 10 മാർക്ക് ടീം 2 നേടുന്നു. 10 പോയിന്റ്സ്. ഒരു കൈയ്യടി കൊടുക്കാം. ആദ്യത്തെ സ്കോറിംഗ് ആണ്. ടീം 3 ചോദ്യം തിരഞ്ഞെടുക്കും. 3. 2 കൊരിന്ത്യർ 1:22 ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്ന അച്ചാരം. അപ്പൊ റെഫറൻസ് ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി. ദൈവം നമ്മുടെ ഹൃദയങ്ങൾ തന്നിരിക്കുന്ന അച്ചാരം ഏതാണ്? റെഫറൻസ് തന്നിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് മനസ്സിലേക്ക് വരുവാൻ തക്കോണമാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്ന അച്ചാരം എന്താണ് അല്ലെങ്കിൽ ഏതാണ്? സമയം. ആത്മാവ്. സമയം കൊണ്ട് നിങ്ങളുടെ സമയമാണ്. സമയം തീരുന്നു. ആത്മാവ് എന്നുള്ള ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഉത്തരം അത് തെറ്റ് അല്ല, ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം 3 10 പോയിന്റ് സ്കോർ ചെയ്ത് അവർ സ്കോർ ബോർഡും തുറന്നിരിക്കുകയാണ്. ടീം 4 ക്വസ്റ്റ്യൻ 5. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ വേദവാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏത്? പരിചിതമായ ഒരു വാക്യമാണ്. അത് കൃത്യമായി ഉത്തരം പറയാൻ പുസ്തകം അധ്യായം വരെ മതി. വാക്യം വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ഉത്തരം പറയാം. സമയം. വിശുദ്ധ ലൂക്കോസ് 15-ാം അധ്യായം പഠിപ്പിക്കാം. ഓക്കെ, സമയം കഴിഞ്ഞു. ഓക്കെ, ഉത്തരം തെറ്റാണ്. അത് 5-ലേക്ക് പോകും. അത് പാസ് ഇല്ല. പാസ് ചെയ്യുന്നു. ലൂക്കോസ് 16, ലൂക്കോസ് 17, ലൂക്കോസ് 10 ടീമല്ലോ. 12, 7, 9 നിങ്ങളോട് ഓഡിയൻസ് ആരെങ്കിലും. ഞാൻ വിചാരിച്ചു കൃത്യമായിട്ട് വരുമ്പോൾ അത് വരുമോ. നിങ്ങൾ എത്രയാണ് പറഞ്ഞത്? അല്ല, 16, 17, 18 പറഞ്ഞായിരുന്നെങ്കിൽ അത് ശരിയായിരുന്നേനെ. ലൂക്കോസ് 18 എന്നുള്ളതാണ്. 18-ന്റെ 1 എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. സ്കോർ ആരും നേടുന്നില്ല ആ ചോദ്യത്തിൽ. നിങ്ങളോടല്ലേ നേരിടുന്നത്. 1.
പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. എന്തിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം. സമയം ടൈം കഴിഞ്ഞു, ഉത്തരം ശരി അല്ല, പാസ് ചെയ്തു. കൊരിന്ത്യയിലെ സഭ ഉറപ്പിച്ചു. ശരിയാണ്, കൊരിന്ത്യയിലെ സഭ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അത് പാസ് ക്വസ്റ്റ്യൻ ആണ്. ടീം 6 സ്കോർസ് 5 പോയിന്റ്സ്. ടീം 6നോടുള്ള നേരിട്ടുള്ള ചോദ്യം. ചോദ്യം ഇതാണ്. എസ്തറിന്റെ പിതാവ് ആര്? സ്റ്റോറേജ് ഇത്ര കിടക്കങ്ങോട്ട് പോയാലേ ഒന്ന് വീഡിയോ ഒന്ന് ഉണക്കിച്ചു. നേരിട്ടുള്ള ചോദ്യമാണ്. 10 പോയിന്റ് ഇവിടെ നേടും. സമയം കഴിഞ്ഞു, പാസ്സായി. പാസ് ചെയ്യുന്നു. അബിഹയിൽ ശരി ഉത്തരമാണ്. ടീം 7 സ്കോർസ് 5 പോയിന്റ്സ്. ഏതാണ്ടൊക്കെ വായിച്ചതാണ് ഉണ്ടായിരുന്നു, ആ ചേർത്താണെന്ന് മനസ്സിലായ തോന്നല്ലേ. 79ാം സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭം ഏതാണ്? ചക്ര എന്നുള്ളതാണ്. തെറ്റാണെങ്കിൽ കൊടുക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കുടുംബങ്ങളെ സന്തോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര് എന്താണ്? കുടുംബങ്ങളെ സന്തോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര് എന്താണ്? സമയം കഴിയുന്നു. ശരി ഉത്തരം ഹാപ്പി കേരള എന്നുള്ളതാണ്. ഹാപ്പി കേരളം എന്നുള്ളതാണ്. ശരിയാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? മൂന്നാമത്തെ ചോദ്യം. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണ്? ശരിയായ ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡ് എന്നുള്ളതാണ്. ഉത്തരവുണ്ടല്ലോ. മൂന്നാമത്തെ 2025 സെപ്റ്റംബർ 19 100 അന്താരാഷ്ട്ര T20 വിക്കറ്റുകൾ എന്ന നാഴികകളിലെത്തിയ ആദ്യ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? 2025 സെപ്റ്റംബർ 19 100 അന്താരാഷ്ട്ര T20 വിക്കറ്റുകൾ എന്ന നാഴികകളിലെത്തിയ ആദ്യ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്?
ഓക്കെ, സമയം തീരുന്നു. ശരിയായ ഉത്തരം ആർഷ്ദീപ് സിംഗ് ആണ്. ശരിയുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം, തെറ്റാണെങ്കിൽ എനിക്ക് കൊടുക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ ഈ റൗണ്ടിലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതാണ്? ശരിയായ ഉത്തരം ശ്വാസകോശമുള്ള ലെൻസ്, സ്പോഞ്ച് പോലെയാണ്, ഏറ്റവുമാണ്. അത് ഔട്ട് ഓഫ് 50 ആണ് വരുന്നത്. ഔട്ട് ഓഫ് 50 കൗണ്ട് ചെയ്തിട്ട് ഇപ്പോൾ സ്കോർ പറയാവുന്നതാണ്. സ്കോർ ടീം 1 0, ടീം 2 10 പോയിന്റ്സ് ഉണ്ട്. ടീം 3 10 പോയിന്റ്സ്. ഒരു ശരി ഉത്തരത്തിന് 10 പോയിന്റ് തോന്നില്ലേ? 50 ഏതായാലും പറഞ്ഞു. ടീം 3 പറഞ്ഞല്ലോ 10 പോയിന്റ്സ്. 4 50 നല്ല കേട്ടോ. 5 ചോദ്യവും ശരിയാക്കി. ടീം 5 0, ടീം 6 10, ടീം 7 0, ടീം 8 0. 4 പ്രത്യേക ഒരു അഭിനന്ദനം നൽകുകയാണ്. മുന്നേറിയത് കൊണ്ട് തന്നെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ആ ആൻസർ ഷീറ്റിന്റെ 5ാമത്തെ റൗണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാം. 5ാമത്തെ റൗണ്ട് 10 ചോദ്യങ്ങളുള്ള റാപ്പിഡ് ഫയർ ആണ്. 5ാമത്തെ റൗണ്ട് ഞങ്ങൾ പരിചയപ്പെടുത്താം. ഇത് റാപ്പിഡ് ഫയർ ആണ്. സമയം കൃത്യമായി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പരമമായ ദൗത്യം. 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ 100 മാർക്ക് നേടാനുള്ള അവസരം 10 ചോദ്യങ്ങൾ സ്ക്രീനിൽ വരും. 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാത്തപ്പോൾ നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയമാണ് അനുവാദമുള്ളത്. ടീം 1 10 പോയിന്റ് ടോട്ടൽ. 10 പോയിന്റ്. ഒരു ശരീരത്തിൽ 10 പോയിന്റ്. ടീം 80 പോയിന്റ്. ടീം 3 80. ടീം 3 80 പോയിന്റ്സ്. ടീം 4 50 പോയിന്റ്സ്. Team 5 20 points. 10. Team 5 10 points. Team 6 50. Team 7 60. 10 points. Team 8. Clear ആണല്ലോ? അപ്പോൾ വോളണ്ടിയേഴ്സിന്റെ മുന്നേ അറിയുകയാണ്. സ്കോർ ഇപ്പോൾ അനൗൺസ് ചെയ്യാം. അഞ്ചാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്കോർ അനൗൺസ് ചെയ്യും. അപ്പോൾ 5ാമത്തെ റൗണ്ട് പ്രഥമ റൗണ്ടാണ്. നിങ്ങളെ ടീം സ്കോർ പറഞ്ഞു. Team 1 60 points, Team 2 140 points, Team 3 155 points, Team 4 130 points, Team 5 35 points, Team 6 105 points, Team 7 125 points, Team 8 40 points. സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. സ്കോർ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ദശ റൗണ്ടിലേക്ക് പ്രവേശിക്കാം. 10 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിലുള്ളത്. 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ തക്കവണ്ണം എല്ലാവർക്കും അവസരമുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ എന്നതുപോലെ നിങ്ങൾ എഴുതി എല്ലാം നേടുവാൻ നമ്മൾ കഴിയത്തില്ല. ഈ റൗണ്ടിൽ ബസ് പ്രസ് ചെയ്താണ് നിങ്ങളുടെ ചാൻസ് നേടുന്നത്. അത് ഒരു പ്രത്യേകത വിജിലൻ്റായിട്ട് ഇരിക്കണം, വളരെ കെയർഫുള്ളായിട്ട് നിൽക്കണം. ഉത്തരം ശരിയാണെങ്കിൽ ബസർമർത്തി പറയുകയാണെങ്കിൽ 10 പോയിന്റ് പ്ലസ്, ഉത്തരം ബസർമർത്തി തെറ്റി പറയുകയാണെങ്കിൽ 10 പോയിന്റ് നെഗറ്റീവ് ആവും. അതുകൊണ്ട് ബസർമർത്തിൽ സൂക്ഷിക്കുക. 10 മാർക്ക് നെഗറ്റീവ് ആകാതെ, അതായത് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ അതാണോ എന്ന് തോന്നി നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന്
ദിവസം പ്രൊസീഡ് എന്ന് വന്നേക്കാം. എന്നാൽ അതാകണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയാൻ തക്കോണം, എന്നാൽ തന്നെ വേഗതയോടുകൂടി നിൽക്കാൻ തക്കോണം ശ്രമിക്കുക. ക്ലിയർ ആണോ? ശരി ഉത്തരത്തിന് 10 പോയിന്റ്, തെറ്റുത്തരത്തിന് -10. ക്ലിയർ? ഓക്കെ ആണല്ലോ? ആരംഭിക്കാം. ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം മുന്നോട്ട് പോകാം. ചോദ്യം 1. സെക്കൻഡ് സമയം കേട്ടോ. അതിനുള്ളിൽ ബസറായി അമർത്തിയില്ലെങ്കിൽ ഓഫീസിലേക്ക് പാസ് ചെയ്യും. ഞാൻ ചോദ്യം ബസർ പറയുന്നതിന് മുമ്പ് തന്നെ ബസർ അമർത്തുകയാണെങ്കിൽ, ചോദ്യം പറയുന്നതിന് മുമ്പ് തന്നെ ബസർ അമർത്തുകയാണ്, ടീമിലേക്ക് നേരിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കും. അതുകൊണ്ട് അതിനുള്ള വായിച്ച് മനസ്സിലായതിനു ശേഷം ഉത്തരം പറയുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ പോയി കാണുമെങ്കിൽ നേരത്തെ അമർത്തി പറഞ്ഞോളൂ. നെഗറ്റീവ് വന്നാൽ എന്നെ കുറിച്ച് പറയുന്നത് സ്ക്രീനിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്ക്രീനിൽ വായിക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. മാർബിലോണിൽ ടീം 4 ഉത്തരം പറയാം. 10 പോയിന്റ് ടീം 4 ആഡ് ചെയ്യുന്നു. അത് അവിടെ കണ്ട മാത്രമേ തന്നെ കൃത്യമായി ഉത്തരം പറയുന്നു. അത്രമേ പഠിച്ചു വെച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യം. ടീം 4 10 പോയിന്റ്സ് ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്ട് എന്ന ആശയത്തിന് 1985 രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? എന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ പേരുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്നത്. ദിവസം കഴിയുമ്പോൾ കണ്ടസ്റ്റൻസിന് ചോദ്യം ഉറപ്പായി ഓഡിയൻസിലേക്ക് പോകും. ഓക്കെ, കണ്ടസ്റ്റൻസിന് മാറി ഓഡിയൻസിലാണെങ്കിലും ഇല്ല. ഗസ് ചെയ്തത് കണ്ടസ്റ്റൻസിനാണെങ്കിലും റോബർട്ട് സിൻഷീമർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പോകട്ടെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജനഹ പെരുന്നാളിലെ പ്രത്യേക ശുശ്രൂഷയിൽ പട്ടക്കാരൻ എത്ര പ്രാവശ്യം ടീം 7 ഉത്തരം പറയാം? സമാധാനം കൊടുക്കുന്നില്ല അല്ലേ? ശരി ഉത്തരമല്ല. നെഗറ്റീവ് 10. ബസറമൊക്കെ ഉത്തരം പറയാം. ബസറമൊക്കെ ഉത്തരം പറയാം. സമയം പോകുന്നു. ബസറമൊക്കെ ഉത്തരം പറയാം. ഇല്ല, ആരുമില്ല. ഓഡിയൻസ് 7 തെറ്റാണ്, 1 ശരിയാണ്. ഒരു പ്രാവശ്യം ഓഡിയൻസ് സ്കോർ ചെയ്യുന്നു. 1 ഉണ്ട്. നെഗറ്റീവ് 10 കേട്ടോ. ടീം 7. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യേശു സൗഖ്യം നൽകിയ ഒരു കുഷ്ഠരോഗി തന്നോട് നന്ദി പറഞ്ഞു. അവൻ ഏത് ടീം? ബി പറയാം. 2 ശമരിയക്കാരൻ. ശരി ഉത്തരമാണ്. ടീം 2 10 പോയിന്റ്സ് നേടുന്നു. ശരി ഉത്തരമാണ് ശമരിയക്കാരൻ എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് ചിത്രങ്ങൾ തമ്മിലുള്ള ബന്ധം പറയണം. കൃത്യമായ ഒരു ബന്ധമുണ്ട്. ഒത്തിരി ബന്ധങ്ങൾ പറയാൻ സാധിക്കും. എന്നാൽ ആ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ തമ്മിലൊരു ബന്ധം നിങ്ങൾക്ക് കൃത്യമായി നല്ല ആണെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാത്തവരോട് പറയും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരമാണ്. ആ ഉത്തരം എനിക്ക് കിട്ടണം. എന്നാൽ മാത്രമല്ല, ചിത്രം നോക്കുക. ഉത്തരം പറയാം. ടൈം ഓണാണോ? ടീം 2 പറയാം. എന്തോ ഓർമ്മദിനം. ശരി ഉത്തരമാണ്. ശരി ഉത്തരമാണ്. പറയാം. ശരിയാണ്. ശരിയ ഉത്തരമാണ്. ശരി ഉത്തരമാണ്. ജൂലൈ 12 ഒരേ ദിവസമാണ് ഓർമ്മദിനം എന്നുള്ളത്. ടീം 2 1ന്റെ ഉത്തരം ടീം 2 10 പോയിന്റ്. ഓക്കെ, ഒന്നാമത്തെ ചിത്രം മനസ്സിലായല്ലോ. അതെ, ആ കവർ മനസ്സിലായല്ലോ. ദീപനേശ്വര സംഗീത സെമിനാറിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു.
അവസാനമായി മലങ്കരയിൽ 7 മേൽപ്പട്ടക്കാരെ തെരഞ്ഞെടുത്ത അസോസിയേഷൻ നടന്ന തീയതി ടീം 1 പറയാം. 2022 ഫെബ്രുവരി 25 പൂർണ്ണമായും ശരിയാണ്. 10 മാർക്ക് ടീം 1 നേടി. അടുത്ത ചോദ്യം. മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തു. 4 2022 വാഴിക്കപ്പെട്ട എത്ര മെത്രാപ്പൊലീത്തന്മാർ ഈ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നു? 2022 വാഴിക്കപ്പെട്ട എത്ര മെത്രാപ്പൊലീത്തന്മാരെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നു? സംഖ്യ എഴുതിയാൽ മതി. ഉത്തരം എത്ര പേരാ? ഒന്നേ ഉള്ളൂ. സ്തേഫാനോസ് തിരുമേനി മാത്രമേ ഉള്ളായിരുന്നു. ഒന്നെന്നുണ്ടെങ്കിൽ കൊടുത്തു. ലാസ്റ്റ് 5. ഞങ്ങൾ ചോദിക്കുന്ന മുറയ്ക്ക് ടീമിന് അത് കംപ്ലീറ്റ് ചെയ്യാം. ടീം 1 40 ഒരു 20 സെക്കൻഡ് കൂടി ഞാൻ നൽകും. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ബാക്കിയുള്ള മണ്ണിനെ തെരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. സമയം എങ്കിൽ 25 പോയിന്റിൽ എത്ര പോയിന്റ് തന്നാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കൂ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡിസ്കഷൻ ആക്കാം. 25 പോയിന്റിൽ 20 പോയിന്റ്. അവർക്ക് 15 വേണം, നിങ്ങൾക്ക് 10. പെട്ടെന്ന് സമയം പോകുന്നു. ഏതാണ്ട് ഏറ്റക്കുറച്ചിലേക്കായിരുന്നു സ്കോർ. അതെങ്ങനെ വരും എന്നുള്ളത് ആർക്കും നിശ്ചയിക്കാൻ തക്കോണം കഴിയാത്ത വിധമാണെന്ന് വിശ്വസിക്കുകയാണ്. പ്രത്യേകമായിട്ട് തക്കോണം കഴിയുന്നത് ആ വിധത്തിൽ എപ്പോഴും തുടരെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തക്കോണം നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേർന്ന് വന്ന് നിൽക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് ഇത് 5ാമത്തെ പ്രാവശ്യമാണ് ഈ ചാപ്പലിൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുവാൻ തക്കോണം എനിക്ക് കഴിയുന്നത്. പ്രത്യേകമായിട്ട് ഈ ക്ഷണിച്ച ഇവിടുത്തെ യുവജന പ്രസ്ഥാന അംഗങ്ങളോട്, പ്രിയപ്പെട്ട മനീഷ് അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഭരണസമിതി അംഗങ്ങൾ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. വിജയിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. തുടരെയുള്ള മത്സരങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. മൂന്നാമത് ഇളമലങ്കര ക്വിസ് മത്സരം ബസീലിയസ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇളമല സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. ഇപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ടോണി എം യോഹനാനച്ചനാണ് ഈ ക്വിസ് മത്സരത്തിന്റെ ക്വിസ് മാസ്റ്ററായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നൽകിയത്. ബഹുമാനപ്പെട്ട ടോണി അച്ഛനോടുള്ള എല്ലാവിധമായ സ്നേഹ ബഹുമാനങ്ങളും ഇളമല സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പലിന് വേണ്ടി ബസീലിയസ് യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി അച്ഛനോട് അറിയിക്കുന്നു. അച്ഛൻ ഏറ്റവും വിനോദപ്രദമായ രീതിയിൽ വിജ്ഞാനത്തെ നിങ്ങളിലേക്ക് പകർന്നു നൽകുവാനായിട്ട് ഇടയായി. ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെട്ട ക്വിസ് മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 1ാം സമ്മാനം നടവള്ളി മറിയാമ്മ മാത്യു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, കോതിൽ കുന്നിൽ വർഗീസ് ചാക്കോ മെമ്മോറിയൽ 5000 രൂപ ക്യാഷ് അവാർഡുമാണ് 1ാം സ്ഥാനക്കാർക്ക് ലഭ്യമാകുന്നത്. 2ാം സ്ഥാനക്കാർക്ക് നടവള്ളി NC ജോൺ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, കോക്കാട്ടുപള്ളി കുട്ടൻപുരയിൽ NA ജോർജ് മെമ്മോറിയൽ 3000 രൂപ ക്യാഷ് അവാർഡും ലഭ്യമാകുന്നു. 3ാം സ്ഥാനത്ത് വന്നവർക്ക് നടവള്ളി വീട്ടിൽ
ചാക്കോ ജേക്കബ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ജിനി വിലായിൽ ചാക്കോ വർഗീസ് ആൻഡ് സുസമ വർഗീസ് മെമ്മോറിയൽ 2000 രൂപ ക്യാഷ് അവാർഡുമാണ് ലഭിക്കുന്നത്. ഈ എവറോളിംഗ് ട്രോഫിയും മെമ്മോറിയലായിട്ടുള്ള ക്യാഷ് അവാർഡും നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു. യുവജന പ്രസ്ഥാന കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ടോമിയസിന്റെ കൂടെ കടന്നു വന്ന സിബിനോടും മെൽവിനോടുമുള്ള സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ മത്സരത്തിലെ വിജയികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആദ്യം 3ാം സ്ഥാനം ലഭ്യമായിരിക്കുന്ന ടീമിനെ അനൗൺസ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഗസ്സുണ്ടോ? അവസാനം 8ാമത്തെ റൗണ്ട് വന്നപ്പോഴത്തേക്കിന് ഒരു പുകച്ചിലായെന്ന് തോന്നില്ലേ. അപ്പോൾ 3ാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സെന്റ് ജോർജ് വെട്ടിക്കുന്നേൽ 205 പോയിന്റോടുകൂടി 3ാം സ്ഥാനം ലഭ്യമായിട്ടുണ്ട്. വെറുതെ എഴുന്നേറ്റ് തന്നെ. ഓക്കെ. 2ാം സ്ഥാനം ലഭ്യമായിരിക്കുന്നത് സെന്റ് ഗ്രിഗോറിയോസ് കുറ്റപ്പുഴ 222 പോയിന്റുമായിട്ട് അവർ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഇവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. 1ാം സ്ഥാനം ലഭ്യമായിരിക്കുന്നത് ആർക്കായിരിക്കും? സെന്റ് ജോൺസ് കത്തീഡ്രൽ പാമ്പാടി കോട്ടയം 241 പോയിന്റുമായിട്ട് ലഭ്യമായിട്ടുണ്ട്. 2 കോട്ടയവും 1 നിരണവും അല്ലേ? 1 നിരണവും അവലിക്കരയിൽ വന്ന് 2 കോട്ടയവും 1 നിരണവും കൊണ്ടുപോയിരിക്കുകയാണ്. ഈ സമ്മാനങ്ങൾ ഇവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. മറ്റ് മത്സരാർത്ഥികളായി പങ്കെടുത്ത എല്ലാ ടീം അംഗങ്ങളോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഉടനെ തന്നെ ഈ മത്സരാർത്ഥി വിജയിച്ചവർക്കുള്ള എവറോളിംഗ് ട്രോഫിയും സമ്മാനദാനവും ഇപ്പോൾ ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്നതാണ്. ബഹുമാനപ്പെട്ട ടോണിയച്ചൻ ആ ട്രോഫികൾ ഇന്നത്തെ വിജയിച്ച ടീമുകൾക്ക് നൽകുന്നതാണ്. ഇത് കഴിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും പുറത്ത് റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും ഭാഗവാക്കാകണമെന്ന കാര്യം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ 3ാം സമ്മാനത്തിന് അർഹരായ സെന്റ് ജോർജ് വെട്ടിക്കുന്നേൽ ടീമിന് മുൻപോട്ട് വരാം. അവർക്ക് 2 പേർക്കും മുമ്പോട്ട് വന്ന് ഇപ്പോൾ ട്രോഫിയും ക്യാഷ് അവാർഡും ബഹുമാനപ്പെട്ട ടോണിയച്ചൻ കൊടുക്കുന്നതായിരിക്കും. മൂന്നാം സമ്മാനം നാടാവളിൽ വീട്ടിൽ ചാക്കോ ജേക്കബ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ജിനി വില്ലായിൽ ചാക്കോ വർഗീസ് ആൻഡ് സുസമ വർഗീസ് മെമ്മോറിയൽ 2000 രൂപ ക്യാഷ് അവാർഡുമാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചാൽ. രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നാടാവളി MC ജോൺ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പൊക്കാട്ടുപള്ളിയിൽ പുത്തൻപുരയിൽ NA ജോർജ് മെമ്മോറിയൽ 3000 രൂപ ക്യാഷ് അവാർഡും സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സെന്റ് ഗ്രിഗോറിയോസ് കുറ്റപ്പുഴ. ടീം മുൻപോട്ട് വന്ന് ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയും കൈപ്പറ്റേണ്ടതാണ്. ഒന്നാം സമ്മാനം നാടാവളിൽ മറിയാമ്മ മാത്യു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും പോത്തിൽ കുന്നിൽ വർഗീസ് ചാക്കോ മെമ്മോറിയൽ 5000 രൂപ ക്യാഷ് അവാർഡും ലഭ്യമായിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സെന്റ് ജോൺസ് കത്തീഡ്രൽ പാമ്പാടി 241 പോയിന്റോടെ ഒരു മുൻപോട്ട് വന്ന് ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയും കൈപ്പറ്റേണ്ടതാണ്. പ്രസ്ഥാനത്തിൻ്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഒരു 1.5 മാസ കാലഘട്ടമായിട്ട് ക്ഷീണം പ്രയത്നിച്ചിട്ടാണ് പ്രകാരം ഒരു ക്വിസ് മത്സരം വിജയകരമാക്കി ഇവിടെ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയാക്കിയത്. എല്ലാ ഇതിന് പ്രസ്ഥാനത്തിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകം ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജിതിൻ വർഗീസ്, സെക്രട്ടറി നീവൻ, ട്രഷറർ ഡിമൽ, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറിമാര്, കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ഇതിൻ്റെ പ്രസ്ഥാന അംഗങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇത് വീക്ഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ചാപ്പലിലെ ട്രസ്റ്റിയുണ്ട്, സെക്രട്ടറിയുണ്ട്, ഭരണസമിതി അംഗങ്ങളുണ്ട്, വിശ്വാസ സമൂഹമുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ
അടുത്ത വർഷവും അച്ഛനുമാണ് വരുന്നതെങ്കിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഓഡിയൻസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉത്തരവൊക്കെ അച്ഛൻ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം. അച്ഛൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വന്നതിൽ നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ടോണിയച്ചനോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്ത് റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്, അതിലും എല്ലാവരും ഭാഗവാക്കാകണമെന്ന് അറിയിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമാ. എൻ്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി, നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള ഒരു നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. പറക്കുന്നവർ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ ഉത്തരം തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും തമ്പുരാൻ ഈ ദേവാലയത്തിന്മേലും പ്രത്യേക പരിശുദ്ധനായ തിരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഈ ക്വിസ് മത്സരത്തിന്റെ വിജയകരമായ പൂർത്തീകരണത്തിന്മേലും ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകിയ ആചാര്യ ശ്രേഷ്ഠന്മേലും വന്നുയർന്നിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളുടെ മേലും വന്നുയർന്നിരിക്കുന്ന അവിടുത്തെ ജനത്തിന്മേലും ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിന്മേലും അല്പമായ അധികമായ ഇതിൽ അധ്വാനിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും എപ്പോഴും ഇന്നും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഇതെല്ലാം സ്കോറുകൾ ടാലി ചെയ്ത് നൽകിയ സ്കോറുകൾ ടാലി ചെയ്ത് തന്ന ടീമിനോടുമുള്ള സ്നേഹം തിരുമലാക്കി വേണ്ടി അറിയിക്കുന്നു. ക്വിസ് നടത്താൻ വന്നിരിക്കുന്ന ടോണിയച്ചൻ, അതുപോലെ തന്നെ പുതിയാളിൽ നിന്ന് വന്ന വിനോദാനി, ഇവരോടുള്ള നന്ദി സ്നേഹമായി ഞാൻ അറിയിക്കുന്നു. ഏറ്റവും ഉപരിയായി ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന നിങ്ങളെ ഇവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത് നടത്തിപ്പിനായി സഹായിച്ച ട്രസ്റ്റി, സെക്രട്ടറി, യൂത്തിലെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒന്നുമേ ഞാൻ കൊണ്ടുപോകില്ല.
ശിക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടത്തിൽ ഞങ്ങളെ രക്ഷയുള്ളണമേ. അതുകൊണ്ട് രാജ്യവും ശക്തിയും മാത്രം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിന്റെ ഫലം പോലും അവന് നഷ്ടമാകയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. മാർത്തോമാക്കി വർഗി ഗ്രിഗോറിയോ നിന്നും ഈ ദേവാലയം നിർമ്മലമാക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു.